ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഒഡീഷ FC-യുടെയും മത്സരത്തിന് ശേഷം ഇരു ടീമിന്റെയും പരിശീലകർ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഇന്നലെ കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരത്തിൽ ഒഡീഷ FC-യോട് 1-2 ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യ പകുതിയിൽ ദിമിത്രിയോസ് ഡയമൻഡക്കോസിലൂടെ ലീഡെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയുടെ സ്റ്റാർ സ്ട്രൈക്കറായ റോയ് കൃഷ്ണ നേടിയ ഇരട്ട ഗോളിൽ തോൽവി സമ്മതിച്ചു. സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്ന 3ാം തോൽവി കൂടിയാണിത്. ഈ ഒരു തോൽവിയോട് കൂടെ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിനെ 3ാം സ്ഥാനത്തേക്കാക്കി 2ാം സ്ഥാനത്തേക്ക് ഒഡീഷ എത്തി. 13 മത്സരങ്ങളിൽ നിന്ന് ഒഡീഷയ്ക്ക് 27ഉം ബ്ലാസ്റ്റേഴ്സിന് 26 പോയിന്റുമാണ് ഉള്ളത്. ഇനി നമുക്ക് മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ആശാന്റെ വാക്കുകൾ ഇപ്രകാരം: മത്സരത്തിലെ ആദ്യ പകുതിയിലെ ഗോളിനേക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. സീസണിന്റെ തുടക്കത്തിൽ ഇല്ലാതിരുന്ന സ്ക്വാഡിലെ പല യുവതാരങ്ങളും ഞങ്ങളുടെ ആദ്യ ടീമിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുമുണ്ട്. പല താരങ്ങളും പരിക്കേറ്റ് പുറത്തായ ഈ ഒരു സാഹചര്യത്തിൽ അവർ മികച്ച പ്രകടനം ടീമിനായി കാഴ്ചവെക്കുകയും ചെയ്തു. കൂടാതെ ഇതുപോലുള്ള മത്സരങ്ങളിൽ അവസാനം വിജയിക്കണമെങ്കിൽ ചില നിമിഷങ്ങളിൽ നന്നായി പ്രതികരിക്കാനും പക്വതയും മികച്ച ഗുണനിലവാരവും വേണം. സ്ഥിരതയോടെ മുന്നേറുന്ന മുഴുവൻ ടീമുകൾക്കെതിരെ കളിക്കുമ്പോൾ ഈ ഒരു സീസണിൽ ഒരിക്കലും മുഴുവൻ സ്ക്വാഡുമായി കളിക്കാൻ സാധിക്കാത്ത ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഇത് കഠിനം തന്നെയാണ്. ഏതായാലും ഈ ഒരു ISL-ന്റെ ഈ ഒരു 10ാം സീസണിൽ ഇനി എല്ലാവരെയും ഒരിക്കലും ഈ ഒരു സീസണിൽ ഞങ്ങൾക്ക് ലഭ്യമാകില്ല. കൂടാതെ ഈ ഒരു മത്സരം തോറ്റതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. വളരെ ചെറിയ കാര്യങ്ങൾക്കാണ് ഞങ്ങൾക്ക് വില കൊടുക്കേണ്ടി വന്നത്. ചെറിയ പിഴവുകളാണ് ഞങ്ങൾ വരുത്തി വെച്ചത്. ഒഡീഷയെ പോലുള്ള ടീമുകൾക്കെതിരെ ഇത്തരം പിഴവുകളാണ് വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക. മറ്റു ചില ടീമുകൾക്കെതിരെയാണെങ്കിൽ ഇത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഒഡീഷയെ പോലുള്ള ടീമുകൾക്കെതിരെ ഇതിന് വില കൊടുക്കേണ്ടി തന്നെ വരും. 2ാം പകുതിയിൽ റെഡിയാവാത്ത ചില പുതിയ താരങ്ങളെ ഞങ്ങൾക്ക് കളിപ്പിക്കേണ്ടി വന്നു. യുവതാരങ്ങളുമായും മറ്റ് കളിക്കാരുമായും കോമ്പിനേഷനുകൾ ഞങ്ങൾക്ക് തുടരണം. ഇന്നലെ നടന്ന മത്സരത്തിൽ 11ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നത്. മലയാളി താരം നിഹാലിന്റെ അസിസ്റ്റിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ് ആദ്യ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത്. ഒരു ഗോളിന്റെ ലീഡുമായി ബ്ലാസ്റ്റേഴ്സ് 1ാം സ്ഥാനം പകുതി പിടിച്ചെങ്കിലും 2ാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. 53ാം മിനിറ്റിൽ റോയ് കൃഷ്ണ ഒഡീഷയ്ക്ക് വേണ്ടി ഹെഡറിലൂടെ സമനില ഗോൾ നേടി. ഇതിനുശേഷം 5 മിനിറ്റിനകം തന്നെ മറ്റൊരു തകർപ്പൻ ഹെഡർ ഗോൾ കൂടി റോയ് കൃഷ്ണ നേടി. ഇതോടെ 2-1 എന്ന സ്കോറിൽ മത്സരം അവസാനിക്കുകയും ചെയ്തു. ഏതായാലും ഇനി നമുക്ക് മത്സരത്തെ കുറിച്ച് ഒഡീഷ FC-യുടെ പരിശീലകനായ സെർജിയോ ലൊബേരോ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ലൊബേരോയുടെ വാക്കുകൾ ഇപ്രകാരം: ഇത് വളരെ കഠിനമായ മത്സരമാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടാതെ ഇത്തരത്തിൽ 3 പോയിന്റ് നേടുക എന്നത് ഈ ഒരു 10ാം സീസണിന്റെ അവസാനത്തിൽ ഞാൻ ഓർമ്മിക്കുക തന്നെ ചെയ്യും. കാരണം ഇത് ഒരു പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് ഞങ്ങൾക്ക്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെയാണ് മത്സരത്തിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ചും ഒഡീഷയുടെ പരിശീലകനായ സെർജിയോ ലൊബേരോയും പറഞ്ഞിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ മത്സരം ഒരു ഹോം മത്സരമാണ്. അതും ഫെബ്രുവരി 12ാം തീയതി രാത്രി 7:30 പഞ്ചാബ് FC-യോടാണ് മത്സരം. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചെറിയൊരു കാര്യം പറയാം. നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന 90% ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ISL-നെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ വാർത്തകൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.